തട്ടിപ്പിനിരയായ തലശ്ശേരി സ്വദേശി ഷാനിലിന്റെ മാനസിക സംഘർഷങ്ങൾ തിരക്കുകയാണ് ഗിരീഷ് ഒറ്റപ്പാലം. നാം അറിയാതെ തന്നെ നമ്മളെ കരുവാക്കി ഓരോ തട്ടിപ്പുകൾ അരങ്ങേറുന്നു. സാമ്പത്തികമായ ബാധ്യതയ്ക്കപ്പുറം അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വിവരിക്കാവുന്നതല്ല. ടെലിഫോൺ തട്ടിപ്പിനിരയായ തലശ്ശേരി സ്വദേശി ഷാനിലിന് തീരുമാനിച്ച വിവാഹ നിശ്ചയം വരെ മാറ്റിവെക്കേണ്ടി വന്നു. ഷാനിലിനോട് തന്നെ നമുക്ക് വിവരങ്ങൾ തിരക്കാം. ഷാനുവിന് എങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനൊരു ടെലിഫോൺ തട്ടിപ്പിനിരയായി എന്നുള്ളത്? കുവൈത്ത് അഡ്വക്കേറ്റ് ലോയർ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വന്നു ജൂൺ 26 അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു തട്ടിപ്പ് വിവയുടെ ഒരു എൻ്റെ പേരിൽ സിവിൽ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് കണക്ഷൻ എടുത്തിരിക്കുന്നത് 4 കണക്ഷൻ. ഷാനു ഈ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് എത്ര സമയമായി ഇതിന്റെ പുറകിൽ ഇങ്ങനെ അലയുന്നു? ഏകദേശം 3 മാസത്തിനടുത്തായി ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അലയാൻ തുടങ്ങിയിട്ട്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ പോസ്റ്റ്പോൺ ചെയ്തു ഡേറ്റ്. സഫർ ഇത് യാത്ര ഇത് ദുരിതം കാരണം പ്രശ്നം. യാത്രാവിലക്ക് ഉണ്ടായിരുന്നു? അപ്പോൾ യാത്രാവിലക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രാവിലക്കൊക്കെ നിലനിൽക്കുമ്പോൾ താങ്കൾ മറ്റുള്ള ആരെയും ബന്ധപ്പെട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്? ഇവിടുത്തെ വിവിധ എല്ലാ മലയാളി സംഘടനകളുമായിട്ടും ബന്ധപ്പെട്ടു. ഇവിടുത്തെ അവർക്ക് പേപ്പേഴ്സും ഇതിൻ്റെ പ്രൂഫും ഒക്കെ കൊടുത്തു. കൂടാതെ ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെട്ടു. ഇന്ത്യൻ എംബസിയിൽ ഞാൻ ഓൾറെഡി പേപ്പർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ വിളിക്കാൻ ഒരു മിസ്റ്റർ മനോജുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ ഒരു റെസ്പോണ്ട് കിട്ടാത്ത കാരണം ഞാൻ ഡൽഹിയിൽ നിന്ന് ബാലാർജിയുടെ ഓഫീസിൽ നിന്ന് ഫാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടുന്ന് എംബസിക്കാർ പറഞ്ഞത് ഇന്ത്യയിലുള്ള മിനിസ്റ്റർ ഇവിടെ എന്ത് ചെയ്യാനാണെന്ന്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു റിപ്ലൈയും കൂടി അവർ പറഞ്ഞു എന്നോട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ GPCC വഴി യൂത്ത് ഇന്ത്യ എന്നവരാണ് എനിക്ക് കോർട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും ചെയ്തു തന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറെ കണക്ട് ചെയ്ത് തന്നു. അവരാണ് ഇപ്പോൾ കേസ് ഇപ്പോൾ അവിടെയാണുള്ളത്. ഒക്ടോബർ 15 കേസ്. ഒക്ടോബർ 15 ഇവിടുത്തെ കോടതി സുപ്രീം കോർട്ട് താങ്കൾക്ക് ഫസ്റ്റ് സിറ്റിങ്ങിനുള്ള ഒരു സമയം അനുവദിച്ചിരിക്കുന്നത്. ഒക്ടോബർ 15 8 മണിക്ക് ഹാജരാവണം കോടതിയിൽ ജഡ്ജിയുടെ മുന്നാകെ. എത്ര ദിനാറാണ് ഇപ്പോൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ടെലികോം കമ്പനി താങ്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊത്തം എത്ര ദിനാർ അടയ്ക്കണമെന്നാണ്? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? BVയുടെ അഡ്വക്കേറ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞത് 454 ദിനാർ അടക്കാനാണ്. ഞാൻ കോർട്ടിൽ പോയി കറക്റ്റ് പേപ്പർ എടുത്തോളൂ. അതിൽ കാണുന്നത് 97 ദിനാർ 894 ഫിൽസാണ് അടക്കാനുള്ളത്. സാധാരണ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നവർ ആ പൈസ ഫൈൻ വന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ഒതുക്കി തീർക്കുന്നതാണ് പതിവ്. എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും സമയം ഇതിൻ്റെ പുറകെ സമയം ചെലവിട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഇറങ്ങിച്ചെന്നതിൻ്റെ അതൊന്നും വ്യക്തമാക്കാം. ഞാൻ ചെയ്യാത്തൊരു തെറ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കോടതിയിൽ പോകാൻ കാരണം. ഈ പൈസ അടക്കാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പ്രശ്നമായിട്ട് ഇവിടെ കുവൈത്തിലുണ്ടെന്നാണ് അറിഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഇവിടുത്തെ കുവൈത്ത് ഗവൺമെൻറ് മുന്നിലും കിട്ടുവാണെങ്കിൽ ഒരു മലയാളികൾക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇത്. കൂടാതെ GPCCയുടെയും യൂത്ത് ഇന്ത്യയുടെയും സപ്പോർട്ടും കൂടി എനിക്കുണ്ട് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി. മറ്റുള്ളവരുടെ സിവിൽ ഐ ഡി കോപ്പി ഉപയോഗിച്ച് ഒന്നിലധികം കണക്ഷനുകൾ എടുക്കുകയും അതുപയോഗിച്ച് 100 കണക്കിന് ദിനാറിൻ്റെ കോളുകൾ വിളിച്ച് മൊബൈൽ കമ്പനികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയുമാണ് തട്ടിപ്പ് നടത്തുന്നവർ ചെയ്യുന്നത്. ഒടുവിൽ ഭീമമായ ബിൽ കുടിശ്ശിക വരുമ്പോൾ മാത്രമാണ് തട്ടിപ്പിനിരയായ വിവരം സിവിൽ ഐ ഡി ഉടമ അറിയുക. ഇങ്ങനെ തട്ടിപ്പിനിരയായുടെ പേരിൽ യാത്രാവിലക്കും അറസ്റ്റ് വാറണ്ടും ഉൾപ്പെടെയുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സിവിൽ ഐ ഡി കോപ്പി ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ വളരെ ജാഗ്രത കാണിക്കുക.